കഴിഞ്ഞ ആഴ്ച ഏത് ശ്ലോകമായിരുന്നു പഠിച്ചത്? രണ്ടാമത്തെ അധ്യായത്തില് നമ്മൾ പഠിച്ചു. എന്താണ് പഠിച്ചത്? എന്താ പറഞ്ഞേ? 2.60 ആണ് പഠിച്ചത്. അപ്പൊ 2.60 നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ സെൻസസിനെ, കണ്ണ്, മൂക്ക്, നാക്ക്, ഇല്ലേ, ഇതിനെയൊക്കെ നമ്മൾ പറയുന്നതിന്റെ കൂട്ട് നിർത്തണം, ഇല്ലേ? അപ്പൊ നമ്മൾ അതിന്റെ ഡ്രൈവർ ആയിരിക്കണം, ഇല്ലേ? അതല്ലേ പഠിച്ചത്? അപ്പോൾ ഇല്ലേ, ശരിയല്ലേ? ഹരേ കൃഷ്ണ, ശരിയല്ലേ? മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിച്ചോളൂ. യെസ്. അപ്പം ആ ശ്ലോകം നമ്മൾ യതതോഹി അപി കൗന്ദേയ പുരുഷസ്യ വിപച്ഛിതഃ ഇന്ദ്രിയാണി പ്രമാദീനി ഹരന്തി പ്രസവം മനഃ. ഇന്ദ്രിയങ്ങൾ അടക്കമില്ലാത്തതാണ്, കരുത്തുള്ളവയാണ് അർജുന. അവയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നവന്റെ മനസ്സിനെ അവൻ എല്ലാം അറിയുന്നവനാണെങ്കിൽ പോലും, വിവേകിയാണെങ്കിൽ പോലും, അവ ബലാത്കാരേണ വലിച്ചു നീക്കുന്നു. നമ്മൾ ഇനി അടുത്ത ശ്ലോകത്തിലോട്ട് പോയിട്ട് ജസ്റ്റ് വായിച്ചിട്ട് അടുത്ത ശ്ലോകവും വായിച്ചിട്ട് വീണ്ടും 63ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യും, സ്പോട്ട് ചെയ്യും. ഓക്കെ, 61 നമ്മളൊന്ന് വായിക്കും, 62 വായിക്കും, 63 നമ്മൾ ഹോൾഡ് ചെയ്യും. ഓക്കെ, 61 ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായത്തിലെ 61 ശ്ലോകം നമ്മൾ വായിക്കുന്നു. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പരഃ വശേഹി യസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. വീണ്ടും ഭഗവാൻ പറയുകയാണ്, കൃഷ്ണൻ പറയുകയാണ്, ഇന്ദ്രിയങ്ങൾ, നമ്മുടെ സെൻസസ് പൂർണ്ണമായും നിയന്ത്രിച്ച് എന്നെ തന്നെ അവബോധം ഉറപ്പിക്കുന്നവനാണ് സ്ഥിരബുദ്ധിയുള്ളവൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവൻ ആരിൽ ഉറപ്പിക്കുന്നു? എപ്പോഴും എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ആരെ ഓർമ്മിക്കണമെന്ന് പറഞ്ഞു? ആരെ ഓർമ്മിക്കണമെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്? എന്നിൽ എന്ന് പറയുമ്പോ ആരാണ് ഇവിടെ പറയുന്നത്? ആരാണ്? കൃഷ്ണനാണ് ഈ കഥ പറയുന്നത്. ആരോട് പറയുകയാണ്? അർജുനനോട് പറയുകയാണ്. അപ്പം എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും എന്നെ ഓർമ്മിക്കണമെന്ന് പറഞ്ഞു. നമ്മൾ അങ്ങനല്ലേ? ഇഷ്ടമുള്ളവര് നമ്മൾ എപ്പോഴും ഓർമ്മിക്കാറില്ലേ? നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവരെ എപ്പോഴും ഓർമ്മിക്കും, ഇല്ലേ? നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും, സ്കൂളിലൊക്കെ നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും വീട്ടിൽ വരുമ്പോൾ സംസാരിക്കുന്നത്? ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ആണെങ്കിൽ എന്ത് പറയും? വീട്ടിൽ വന്നിട്ട് എപ്പോഴും ഈ ഇന്റിമേറ്റിന്റെ ഫ്രണ്ടിന്റെ വിശേഷം പറയാനേ സമയം കാണത്തുള്ളൂ, അല്ലേ? അവൻ അങ്ങനെ ചെയ്തു, അവൾ ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇല്ലേ? ഞങ്ങൾ ഐസ്ക്രീം വാങ്ങിച്ചു, ഞങ്ങൾ ഷെയർ ചെയ്തു, ഇല്ലേ? പറയത്തില്ലേ? പറയാറില്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ, കൃഷ്ണനെ ഓർമ്മിക്കണമെന്ന് കൃഷ്ണൻ പറയുന്നു. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ, അങ്ങനെ വരുമ്പോൾ കൃഷ്ണൻ പറയുന്നു, നിന്റെ മൈൻഡിനെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ആവുമ്പോൾ നിനക്ക് സ്ഥിര ബുദ്ധി ഉണ്ടാവും എന്ന് പറയും. ഒരു മിനിറ്റ്, ഇനിയാണ് നമ്മുടെ പോയിന്റിൽ വരുന്നത്. ദേഷ്യം എത്ര പേർക്കുണ്ടാവും? ബ്രഹ്മി ആലോചിക്കുന്നു. ദേഷ്യം എത്ര പേർക്കുണ്ടാവും? ആർക്കൊക്കെ ദേഷ്യം ഉണ്ടാവുന്നുണ്ട്? എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവും. അതെന്താ ദേഷ്യം ഉണ്ടാവുന്നത്? ദേഷ്യം വരുക, എന്താ ദേഷ്യം വരുന്നത്? പറഞ്ഞ അനുസരിക്കാത്ത. നമുക്ക് ദേഷ്യം വരാറുണ്ടോ? ബ്രഹ്മയ്ക്ക് ജാൻവിയോട് ദേഷ്യം വരാറുണ്ടോ?
ജാൻവിക്ക് ബ്രഹ്മയോട് ദേഷ്യം വരാറുണ്ടോ? ഉണ്ട്. ഋഷികേശ് ദേഷ്യം വരുമോ? ദേഷ്യമില്ല, ഒട്ടും ദേഷ്യപ്പെടത്തില്ല. വെരി ഗുഡ്. കാർത്തികയ്ക്ക് ദേഷ്യം വരുമോ? നമ്മള് വിചാരിക്കും വിചാരിച്ചത് നടക്കാതെ ആവുമ്പോ നമുക്ക് ദേഷ്യം വരും. വിചാരിച്ചത് നടക്കാതെ വരുമ്പം ദേഷ്യം വരും. നോട്ട് എ പോയിന്റ്. വിചാരിച്ചത് നടക്കാതെ വരുമ്പോ, വിചാരിക്കുന്നതിൽ ആഗ്രഹം അല്ലേ, നമ്മൾ ആഗ്രഹിക്കും സംതിങ് അല്ലേ, അപ്പം ഡിസയർ വന്നവിടെ അല്ലേ, ആ ഡിസയർ വന്നിട്ട് ആ ഡിസയർ നടക്കാതെ വന്നപ്പോൾ നമുക്ക് ദേഷ്യം വന്നു അല്ലേ? കറക്റ്റ് അല്ലേ? ഓക്കെ, ഗോവിന്ദ്. ദേഷ്യം വരത്തില്ലേ ഗോവിന്ദിന്? എപ്പോഴും ദേഷ്യം വരും? ഇപ്പൊ അച്ഛനമ്മേനെ ചോദിക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ബർത്ത്ഡേക്ക് അത് വേണം, പക്ഷെ അവസാനം നെക്സ്റ്റ് ബർത്ത്ഡേ ആകുമ്പോൾ അത് കിട്ടത്തില്ല. അപ്പൊ അവിടെ ഒരു ഡിസയർ നമുക്ക് മനസ്സിൽ വന്നു, അടുത്ത വർഷത്തെ അല്ലെങ്കിൽ അടുത്ത ബർത്ത്ഡേക്ക് ഒരു ഡിസയർ അല്ലേ, ഒരു ഹോപ്പ് വന്നു. ആ ഹോപ്പ് ഓഫ് ആവുമ്പോൾ അല്ലേ, അപ്പൊ ഒരു ദേഷ്യം, അതായത് അവിടെ ഡിസപ്പോയിന്റ് ആവുന്നു അല്ലേ? ഡിസപ്പോയിന്റ് ആവുമ്പോ നോട്ട് എ പോയിന്റ് എല്ലാം. അപ്പൊ അവിടെ നമുക്കൊരു ഡിസയർ വന്നു, ഡിസയർ വന്നിട്ട് നടക്കാതെ വന്നു, നടക്കാതെ വന്നപ്പോ നമുക്കൊരു ഡിസപ്പോയിന്റ് ആയി ഇല്ലേ? ഡിസപ്പോയിന്റ് ആയപ്പോൾ നമുക്ക് ദേഷ്യം വന്നു അല്ലേ? അല്ലേ? ഓക്കെ, വെരി ഗുഡ്. അഭിജിത്ത്, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാഹുൽ, ദേഷ്യം വരത്തില്ലേ? ഇല്ല. രാഹുൽ ദേഷ്യപ്പോ വരും, വിചാരിച്ചത് നടക്കാണ്ടേ ആവുമ്പോ. ഇവിടെ എല്ലാം ഡിസൈഡ്സ് ആണ് വരുന്നത്. കാർത്തിക, ചെറിയ ചെറിയ ദേഷ്യങ്ങൾ വരാറില്ലേ കാർത്തിക? അല്ലേ? ചെറിയ ദേഷ്യം വരും. എന്തുകൊണ്ടാ വരുന്നേ? എന്താ വരുന്നത്? എനിക്ക് ദേഷ്യം ഇല്ല, പക്ഷെ വേണമെങ്കിൽ എനിക്ക് ദേഷ്യം വരും. അറിയാതെ വരും. അതെന്താ വരുന്നേ? അച്ഛനും അമ്മയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചെറിയ ചെറിയ ദേഷ്യങ്ങൾ വരും അല്ലേ? ഓക്കെ, അചൽ കൃഷ്ണ. ദേഷ്യം വരത്തില്ല, അല്ലാതെ ചിലപ്പോ വിഷമം വരും. വിഷമം വരും, നോട്ട് എ പോയിന്റ്. എന്ത്? നമ്മൾ ആഗ്രഹിച്ചത് നടക്കാതെ വരുമ്പോ അല്ലേ? അല്ലേ? അവിടെയും ഡിസയർ വന്നു, ഡിസയർ വന്നപ്പം വിഷമം വരുന്ന ഒരു ഡിസപ്പോയിന്റ് വന്നു അല്ലേ? ഡിസപ്പോയിന്റ് വരുമ്പോഴാണ് വിഷമം വരുന്നത് അല്ലേ? ഓക്കെ, ലക്ഷ്മി, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ദേഷ്യം വരാറില്ലേ? വരാറുണ്ട്. എപ്പോഴാ ദേഷ്യം വരുന്നേ? കാര്യങ്ങൾ വേണ്ട പോലെ നടക്കാത്തപ്പോ തന്നെ. കാര്യങ്ങൾ വേണ്ട പോലെ നടക്കാതെ വരുമ്പോൾ ദേഷ്യം വരുന്നു ഇല്ലേ? അപ്പൊ നമുക്കൊരു ഡിസപ്പോയിന്റ് വരുന്നു. കാര്യങ്ങൾ വേണ്ട പോലെ എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഡിസയർ ഉണ്ട് അല്ലേ? ഇല്ലേ? മേ ബി നെസസറി ഓർ അൺനെസസറി ഇല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പം നമുക്ക് ചെറിയ ചെറിയ ദേഷ്യങ്ങൾ വരുന്നു. എല്ലാവർക്കും ഉള്ളതാണ് ദേഷ്യം. ദേഷ്യം വരുന്നതിന് തെറ്റ് പറയാനൊന്നുമില്ല. അത് കൃഷ്ണൻ തന്നെ ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ ലൈഫിന്റെ മാനുവലാണ് ഭഗവത്ഗീത. മാനുവലി പറയുന്നത് നമ്മളൊരു മെഷീനാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഒരു ഇൻസ്ട്രുമെന്റ് ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ ഇൻസ്ട്രുമെന്റിന്റെ മാനുവലാണ് ഭഗവത്ഗീത. ഭഗവത്ഗീത പറയുന്നുണ്ട് ദേഷ്യം വരുമെന്നുള്ളത്. അപ്പൊ അത് വന്നേ പറ്റത്തുള്ളൂ. പക്ഷെ അതിന് ചില ഇൻസ്ട്രക്ഷനും ഉണ്ട്. ഇപ്പം
നമ്മളൊരു ഇൻസ്ട്രുമെന്റ് വാങ്ങിക്കുമ്പോൾ ഒരു ടി വി വാങ്ങിച്ചാലും ഒരു മൊബൈൽ വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരു നോട്ട് പാഡ് വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും അതിനകത്തൊരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ടാവും, അതിനകത്ത് ഡു ഉണ്ടാവും, ഡു നോട്ട് ഉണ്ടാവും, അല്ലേ? ശരിയല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ പോയിന്റ്? ഡു ഉണ്ടാവും, ഡു നോട്ടും ഉണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഇൻസ്ട്രുമെന്റ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ് ചിലപ്പം ചീത്തയാവും ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് അലർട്ടാവണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുത്, അവോയ്ഡ് ഇറ്റ്, ഇല്ലേ? കാണത്തില്ലേ? ഡു ആൻഡ് ഡു നോട്ട്. അത് തന്നെയാണ് ഭഗവത്ഗീതയെ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഡ്രൈവറാണ് സെൻസസിന്റെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നമ്മൾ സെൻസസിന്റെ ഡ്രൈവേഴ്സ് ആണ്. സെൻസസിനെ നമ്മൾ ഡ്രൈവ് ചെയ്യണം, നമ്മൾ പാസഞ്ചർ അല്ല. ഇപ്പൊ ഇവിടെ പറയുന്നു നമുക്ക് നമ്മുടെ ലൈഫിൽ ചില ഡു ഉണ്ട്, ചില ഡു നോട്ട് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ഏതാണ് ഡു ഏതാണ് ഡു നോട്ട് എന്നുള്ളത് നമ്മുടെ മാനുവൽ വായിച്ചെങ്കിലേ മനസ്സിലാവത്തുള്ളൂ. അതിനാണ് നമ്മൾ എന്ത് വായിക്കുന്നത്? എന്ത് വായിക്കുന്നത്? ഭഗവത്ഗീത വായിക്കുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ പറഞ്ഞു എല്ലാവർക്കും ദേഷ്യം വന്നു. ആ ദേഷ്യം വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ചില കാര്യങ്ങൾ ഇത്തിരി ആഗ്രഹങ്ങളുണ്ട്, അല്ലേ? ആ ആഗ്രഹങ്ങള് നടക്കാതെ വരുമ്പോൾ നമുക്ക് ചിലപ്പം വിഷമം, ഡിസപ്പോയിന്റ് ഉണ്ടാവാം. ചിലപ്പം നമുക്ക് അത് ഇങ്ങനെ പുറത്തോട്ട് വരും, ഒമിറ്റ് ചെയ്യും. അത് പുറത്തു വന്നിട്ട് ഒമിറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒമിറ്റ് ചെയ്യുന്നത് ഇൻ ദ ഫോം ഓഫ് ആങ്കർ, അല്ലേ? ദേഷ്യത്തോടെ വരും, അല്ലേ? ആ ദേഷ്യം ആരാണ് ആദ്യം മുന്നേ വരുന്നത്? അവരുടെ പൊട്ടിത്തെറിക്കും, അല്ലേ? പെട്ടെന്ന് ബ്ലാസ്റ്റ് ആവും, അല്ലേ? ശരിയല്ലേ? ആക്ച്വലി അവരോടല്ല ദേഷ്യം, കറക്റ്റ് അല്ലേ? അവരോട് നമുക്ക് ദേഷ്യമില്ല. പക്ഷെ നമ്മൾ ദേഷ്യപ്പെട്ടിരുന്ന സമയത്ത് അവര് ആക്സിഡന്റലി അവിടെ വന്നു നിന്നു, അല്ലേ? ചിലപ്പോ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിരിക്കാം, ചിലപ്പം ബ്രദേഴ്സ് ആയിരിക്കാം, സിസ്റ്റേഴ്സ് ആയിരിക്കാം, അല്ലേ? ചിലപ്പോൾ പേരൻസ് തന്നെ ആയിരിക്കാം. അവരോട് നമുക്ക് യാതൊരു ദേഷ്യവുമില്ല, പക്ഷേ നമ്മൾ അറിയാതെ അവരോട് ദേഷ്യം പ്രകടിപ്പിച്ചു. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഡിസപ്പോയിന്റ് വന്നിരിക്കുന്നു. ആ ഡിസപ്പോയിന്റ് ഓവർകം ചെയ്തിട്ട് ഒമിറ്റ് ചെയ്യാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഓൺ ദ സ്പോട്ടിലാണ് നമ്മുടെ ആരോ ഒരാൾ, അല്ലെങ്കിൽ നമ്മുടെ പേരൻസോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടോ പെട്ടെന്ന് വന്ന് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും. പെട്ടെന്ന് ബ്ലാസ്റ്റ് ചെയ്ത് പൊട്ടിത്തെറിച്ച് അവരന്തം വിടും. എന്താ ഈ കുട്ടി ഇങ്ങനെ? ഞാൻ ഇതിനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഇവളോടൊന്നും പറഞ്ഞില്ലല്ലോ, പിന്നെ എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് വിചാരിക്കും. ശരിയല്ലേ? അപ്പൊ അങ്ങനെ അപ്പോൾ ആ ദേഷ്യം നല്ലതാണോ? നല്ലതല്ല. കാര്യം നമ്മള് റൈറ്റ് പേഴ്സണോടല്ല ദേഷ്യപ്പെട്ടത്, അല്ലേ? അപ്പൊ അവരെന്ത് വിചാരിക്കും? നമ്മളൊരു ബാഡ് ക്യാരക്ടറായിട്ട് വിചാരിക്കും, അല്ലേ? എന്താ ഈ കുട്ടി ഇങ്ങനെ കാണിക്കുന്നത്, അല്ലേ? മാത്രമല്ല നമുക്ക് അവരോടുള്ള സ്നേഹം നഷ്ടപ്പെടുന്നു. മാത്രമല്ല അവര് നമ്മളോട് ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മൾ മറന്നുപോവുകയാണ്. നമ്മളെ സ്നേഹിച്ചിട്ടുണ്ട്, നമ്മൾ എത്രയോണം ലവ് ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്, ഇതെല്ലാം മറന്നിട്ട് പെട്ടെന്ന് എടുത്ത് നമ്മുടെ ദേഷ്യപ്പെടുമ്പോഴത്തേന് നമ്മൾ ബാക്കിയെല്ലാം മറന്നുപോയി, അല്ലേ? ലക്ഷ്മി, എങ്ങനെ നമുക്ക് ഇതിനകത്ത് നമുക്കൊരു സൊല്യൂഷൻ വേണ്ടേ ലക്ഷ്മി? എന്തു പറ്റി? എങ്ങനെ ആയിരിക്കും സൊല്യൂഷൻ വേണ്ടത്? അറിയില്ല ബ്രോ. എന്നാലും ചെറിയ രീതിയിൽ എന്തെങ്കിലും. ലക്ഷ്മി ആലോചിച്ചോളൂ. നിവേദ് ഇപ്പോൾ വന്നു. നിവേദ്, ദേഷ്യപ്പെടാറുണ്ടോ? എന്തുകൊണ്ട് ദേഷ്യം വരുന്നു?
അല്ല സംടൈംസ് സംടൈംസ് ദേഷ്യം വരും. നോർമലി നാച്ചുറൽ. അത് എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്നത്? ദേഷ്യം കുറയ്ക്കാനുള്ളൊരു വഴി ഞാൻ പറയാം. ഓക്കെ, കൃഷ്ണ കോൺഷ്യസ്നെസ്. കൃഷ്ണ കോൺഷ്യസ്. ഓക്കെ, ദേഷ്യം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ആ പറഞ്ഞോ അവർണേഷ്. ഈ ദേഷ്യം എന്ന് പറഞ്ഞ സാധനമില്ലേ, അത് തന്നെ നാച്ചുറലി അങ്ങ് വരുന്നതാണ്. നമ്മൾ ചിലപ്പോ ഉണ്ടാക്കാൻ നോക്കും, പക്ഷെ തന്നെ അങ്ങ് വരും. കാരണം നമ്മുടെ ഡിസയേഴ്സ് നടക്കത്തില്ല, അല്ലെ നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെ ഫോർ എക്സാമ്പിൾ ഞാൻ ചിലപ്പോ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുക, എന്റെ ഒരു ബോസ് എന്നെ തല്ലുക, എനിക്ക് ദേഷ്യം തന്നെയാണ് വരുന്നത്. അത് നാച്ചുറലി വരുന്നതാണ്. So we can't resist it. Sometimes we can, but that won't be done forever. ആക്സിഡന്റലി വരുന്നതാണ് കാര്യം. നമ്മുടെ ഉള്ളിൽ നമ്മുടെ ദേഷ്യം ഉണ്ട്. അങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്മാർട്ട് ഫോണിൽ നമ്മൾ കുറെ കൂടുമ്പം ഹാങ് ആവും, അല്ലേ? അപ്പൊ ഹാങ് ആവുമ്പോ അത് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കാൻ പറ്റത്തില്ല. ഓക്കെ, നിവേദ്. ഹരേ കൃഷ്ണ. ദേഷ്യം എന്തുകൊണ്ടാ വരുന്നത് പറഞ്ഞില്ല. I will think and. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, ലക്ഷ്മി കിട്ടിയോ? ഇല്ല പ്രൂ. ഓക്കെ, നമുക്ക് ആ ദേഷ്യം എങ്ങനാ വരുന്നെന്നുള്ളത് കൃഷ്ണൻ എന്താ പറഞ്ഞേക്കുന്നതെന്ന് നോക്കാം. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായത്തില് 63-ാമത്തെ ശ്ലോകം, 63rd ശ്ലോകം, 2.63. അതില് ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കൃഷ്ണൻ പറയുന്നുണ്ട് എങ്ങനെയാണ് ദേഷ്യം വരുന്നുള്ളത്. എനിക്കിപ്പോ ചെറിയ ദേഷ്യം വരുന്നു. എന്താ അറിയാമോ? എനിക്ക് ദേഷ്യം വരുന്നത്, എനിക്ക് ഗ്രീഡ് വരുന്നു. ഗ്രീഡ് എന്താ വരുന്ന അറിയാമോ? എന്നെ ജാനവി ഒറ്റയ്ക്ക് ബിസ്ക്കറ്റ് കഴിക്കുന്നു. എനിക്ക് വളരെ ഇഷ്ടം വരുന്നു ആ ബിസ്ക്കറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് ഗ്രീഡ് വന്നു. എനിക്ക് കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് ജാനവിയോട് ഭയങ്കര ദേഷ്യം വരുന്നു. ജാനവി ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു എന്നുള്ളത്. ഇല്ലേ? ശരിയല്ലേ? ഇല്ലേ? നല്ല മധുരമുള്ള ടേസ്റ്റി ബിസ്ക്കറ്റ് എനിക്ക് കിട്ടുന്നില്ല. ഹരേ കൃഷ്ണ. ശരിയല്ലേ? അപ്പം ഗ്രീഡ്. ഓക്കെ, ഭഗവത്ഗീത 2.63 എടുത്തോ എല്ലാരും? സ്ക്രീൻ ഷെയർ ചെയ്യണോ? 62 ഞാൻ വായിച്ചിരുന്നു. ധ്യായതേ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ സംഘ സംജായതേ കാമ ക്രോധ അഭിജായതേ. ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി, സെൻസസിനെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക്. അപ്പൊ ഞാൻ അതാ പറഞ്ഞേ. ഷെയർ ചെയ്യേണ്ട വരും. എനിക്ക് ആ ബുക്കില്ല. ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓക്കെ, ചെയ്തു തരാം. ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, സെൻസസിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാര്യം ഞാന് ജാൻവി കഴിക്കുന്ന ബിസ്ക്കറ്റിനെ പറ്റിയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് കിട്ടുന്നില്ല. എന്റെ സെൻസസ് അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഞാൻ ഗ്രീഡാണ്. അപ്പൊ എനിക്ക് കിട്ടാതെ വരുമ്പം ഞാൻ ഡിസപ്പോയിന്റ് ആവുന്നു. അപ്പൊ എനിക്ക് നാച്ചുറലി എന്റെ സബ് കോൺഷ്യസ് മൈൻഡില് താങ്ക് യു ജാനവിയോട് ചെറിയൊരു ദേഷ്യം എനിക്ക് വരും. എനിക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. കിട്ടിയോ? സ്ക്രീൻ കിട്ടിയോ? കിട്ടി. ക്രോധാത് ഭവതി സമ്മോഹ. ക്രോധാത്
भवति क्रोधात् भवति सम्मोहः सम्मोहः स्मृतिविभ्रमः सम्मोहः स्मृतिविभ्रमः स्मृतिभ्रंशात् बुद्धिनाशो स्मृतिभ्रंशात् बुद्धिनाशो बुद्धिनाशात् प्रणश्यति बुद्धिनाशात् प्रणश्यति ശബ്ദാർത്ഥം ക്രോധത്തിൽ നിന്ന് സമ്മോഹം ഭവതി ഭവിക്കുന്നു സമോഹത്തിൽ നിന്ന് സ്മൃതി വിഭ്രമ ഓർമ്മപ്പിഴ സ്മൃതിഭ്രംശാത് ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശം ഭവിക്കുന്നു ബുദ്ധിനാശം മൂലം പ്രണശ്യതി ബുദ്ധിനാശം മൂലം പ്രണശ്യതി നശിക്കുന്നു. വിവർത്തനം ആവർത്തനത്തോടെ ശീലഭൂപാതക്കിജി ക്രോധത്തിൽ നിന്ന് സമ്മോഹവും അതിൽ നിന്ന് ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് വീണ് നാശം പ്രാപിക്കുന്നു. ഇതിന്റെ ഇംഗ്ലീഷ് ആര് വായിക്കും? ലക്ഷ്മി ഒന്ന് വായിച്ചോളൂ. ട്രാൻസ്ലേഷൻ വായിക്കട്ടെ. വായിച്ചോളൂ. From anger, complete delusion arises, and from delusion, bewilderment of memory. When memory is bewildered, intelligence is lost, and when intelligence is lost, one falls down again into the material pool. Hare Krishna. Govind. Either it ഇപ്പൊ വായിച്ചു. translation. From anger. Translation. From anger, complete delusion arises, and from delusion, bewilderment of memory. When memory is bewildered, intelligence is lost. When intelligence is lost, one falls down again into the material pool. ഹരേ കൃഷ്ണ. ലക്ഷ്മി മലയാളം വായിക്കാൻ പറ്റത്തില്ലേ? ഇല്ല പ്രഭു. ഓക്കെ, ഇംഗ്ലീഷ് വായിച്ചോളൂ. From anger, complete delusion arises, and from delusion, bewilderment of memory. When memory is bewildered, intelligence is lost, and when intelligence is lost, one falls down again into the material pool. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ക്രോധത്തിൽ നിന്ന് സമൂഹവും അതിൽ നിന്ന് ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് വീണ് നാശം പ്രാപിക്കുന്നു. അപ്പം ദേഷ്യത്തിന്റെ അവസാനം നമുക്ക് ഫെയിലാണ് ഉണ്ടാകുന്നത്. ഒരിക്കലും ദേഷ്യം നമുക്ക് ഗുണം ചെയ്യത്തില്ല എന്ന് പറയുന്നു. ആങ്കർ ഒരിക്കലും ഗുണം ചെയ്യത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ദേഷ്യപ്പെട്ടുമ്പോൾ അവരെന്ത് പറയുമാ, ഈ കുട്ടി എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ അടുത്ത് വരാതെ തിരിച്ചു പോകും. ഒന്നുകിൽ നമ്മളെ അടിക്കും, പേരൻസ് ആണെങ്കിൽ ഒരു പക്ഷെ നമ്മളെ അടിച്ചെന്ന് വരാം, പക്ഷെ ചിലര് ഒന്നും മിണ്ടാതെ തിരിച്ചു പോകും. എനിവേ, എങ്ങനെയാണെങ്കിലും ആ ഒരു റിലേഷൻഷിപ്പിൽ ഡിസ്കണക്ട് ആയി, ഇല്ലേ? ഡിസ്കണക്ട് വരും, ഇല്ലേ? ശരിയല്ലേ? അപ്പൊ ക്രോധാത് ഭവതി സമ്മോഹ 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 സമ്മോഹ സ്മൃതി വിഭ്രമഃ സ്മൃതി വിഭ്രമഃ സമ്മോഹ സ്മൃതി വിഭ്രമഃ സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശോ
സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ. സ്മൃതി ഭ്രംശാദ്ബുദ്ധിനാശോ. സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ. സ്മൃതി ബുദ്ധിനാശാത് പ്രണശ്യതി. ബുദ്ധിനാശാത് പ്രണശ്യതി. ബുദ്ധിനാശാത് പ്രണശ്യതി. ക്രോധാത് ഭവതി സമ്മോഹ. ക്രോധാത് ഭവതി സമ്മോഹഃ. സമ്മോഹാത് സ്മൃതി വിഭ്രമഃ. സമ്മോഹാത് സ്മൃതി വിഭ്രമഃ. സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ. സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ. ബുദ്ധിനാശാത് പ്രണശ്യതി. ബുദ്ധിനാശാത് പ്രണശ്യതി. ഹരേ കൃഷ്ണ. ലക്ഷ്മി. क्रोधात् भवति सम्मोहः सम्मोहात् स्मृतिविभ्रमः स्मृतिभ्रंशात् बुद्धिनाशो बुद्धिनाशात् प्रणश्यति. ഹരേ കൃഷ്ണ. ഗോവിന്ദ്. ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഹരേ കൃഷ്ണ. ബ്രഹ്മി. സ്ക്രീൻ നോക്കി. ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതി സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇതെല്ലാവരും ബൈഹാർട്ട് ചെയ്ത് എനിക്ക് പതുക്കെ ബിഫോർ നെക്സ്റ്റ് സഫറയുടെ വോയിസ് ക്ലിപ്പ് ഇടണം. ഓക്കെ, വോയിസ് ക്ലിപ്പ്. കാർത്തിക വായിക്കാൻ പറ്റുമോ? എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. ഞാൻ വായിച്ചു തരാം. ക്രോധാത് ക്രോധാത് ക്രോധം ആങ്കർ. ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇത്രയേ ഉള്ളൂ. അപർണേഷ്. ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഹരേ കൃഷ്ണ. രാഹുൽ. ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഋഷികേശ്. ക്രോധ ഭവതി സമോഹാത് സ്മൃതി വിഭ്രമഃ ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. സമോഹ സ്മൃതി വിഭ്രമഃ ഭ്രമ. ഓക്കെ, ഹരേ കൃഷ്ണ.
ഇനി ആരാണ്? അചൽ കൃഷ്ണൻ. ക്രോധാത് വിഭക്തി സംഹോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശാത് പ്രണശ്യതഃ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. അഭിജിത്ത് ചെല്ലാൻ പറ്റുമോ? ഞാൻ ഗൈഡ് ചെയ്യാം. ഓക്കെ. ക്രോധ ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഹരേ കൃഷ്ണ. താങ്ക് യു. നിവേദ്. ക്രോധാത് ഭവതി सम्मोहात् स्मृति विभ्रमः स्मृति भ्रंशात् बुद्धिनाशो बुद्धिनाशात् प्रणश्यति. हरे कृष्ण. राशि. हरे कृष्ण. क्रोधा भवति सम्मोहा सिद्धिर्भ्रमः सिद्धिर्भ्रंशात् बुद्धिनाशो बुद्धिनाशात् प्रणश्यति. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ഇനി അച്ഛൻ വായിച്ചോളൂ, അമ്മ വായിച്ചോളൂ. അച്ഛൻ വായിക്കും. ഓക്കെ. ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമഃ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഹരേ കൃഷ്ണ. ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമഃ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. വെരി ഗുഡ്. പ്രീത മാതാജി. പ്രീത മാതാജി കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് പ്രഭു. ശരിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ക്രോധാത് ഭവതി सम्मोहात् स्मृति विभ्रमः स्मृति भ्रंशात् बुद्धिनाशो बुद्धिनाशात् प्रणश्यति. हरे कृष्ण. ഹരേ കൃഷ്ണ. അപ്പം നമുക്ക് ഒരുമിച്ച് വായിക്കാം. 1 2 3 4 സ്റ്റാർട്ട്. ക്രോധാത് ഭവതി സമ്മോഹാത് സമ്മോഹാത് സ്മൃതി വിഭ്രമഃ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. ഹരേ കൃഷ്ണ. From anger, complete delusion rises, and from delusion, bewilderment of memory. When memory is bewildered, intelligence is lost, and when intelligence is lost, one falls down again into the material pool. ക്രോധത്തിൽ നിന്ന് സമോഹവും അതിൽ നിന്ന് ഓർമ്മപ്പിഴയും ഓർമ്മപ്പിഴയിൽ നിന്ന് ബുദ്ധിനാശവും ഉണ്ടാകുന്നു. ബുദ്ധിനാശത്താൽ വീണ്ടും ഭൗതികതയുടെ കയത്തിലേക്ക് വീണ് നാശം പ്രാപിക്കുന്നു. അപ്പൊ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് ഫൈനലി ഇന്റലിജന്റ് നഷ്ടപ്പെടുന്നു. അപ്പൊ ദേഷ്യപ്പെടുന്ന നല്ലതാണോ? അല്ല, അല്ലേ? ആങ്കർ ഒരിക്കലും ഒന്നിന്റെയും ഒരു സൊല്യൂഷൻ അല്ല എന്ന് പറയുന്നു. ഇന്റലിജന്റ് സൊല്യൂഷൻ അല്ല എന്ന് മാത്രമല്ല, ഇന്റലിജന്റ് നഷ്ടപ്പെടും. നമ്മൾ ഒരാളെ ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെടും. നമ്മൾ ഒരാളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നഷ്ടപ്പെടും. നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, നമുക്കയ്യോ അദ്ദേഹത്തിനോട് നമുക്ക് യാതൊരു ദേഷ്യവുമില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ ദേഷ്യം വന്നപ്പോൾ ആ ആളാണ് നമ്മുടെ ഫ്രണ്ടിൽ വന്നത്.
അപ്പോൾ നമ്മുടെ ആ ദേഷ്യം അദ്ദേഹത്തിനോട് ഒമിറ്റ് ചെയ്തു, ഇല്ലേ? റിഫ്ലക്ഷൻ അദ്ദേഹത്തിനോട് വന്നു. നല്ലതാണോ? നല്ലതാണോ? അല്ല. അല്ല. അപ്പോഴ് ആങ്കർ നല്ലതല്ല. എന്തുകൊണ്ടാണ് നമുക്ക് ദേഷ്യം വരുന്നത്? നമുക്ക് ദേഷ്യം വരുന്ന നേരത്തെ നമ്മൾ പറഞ്ഞു, നമുക്ക് ഡിസയർ, ആ ഡിസയർ നമ്മൾ ഫുൾഫിൽ ആവാതെ വരുമ്പോൾ നമുക്ക് ദേഷ്യം വരും. ആ ഡിസയർ നമുക്ക് ഫുൾഫിൽ ആകാതെ വരുമ്പോൾ നമുക്ക് വിഷമം വരും. പിന്നെ നമ്മൾ കാണുന്നതിനോടെല്ലാം നമ്മൾ നെഗറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യും. ഭക്ഷണം കഴിക്കാൻ വിളിച്ചു ഞാൻ വരത്തില്ല, എനിക്ക് വേണ്ട, ഞാൻ ഇന്ന് ഫാസ്റ്റിംഗ് ആണ്. എന്താ ഫാസ്റ്റിംഗ്? എനിക്ക് ഇത് പ്രോമിസ് ചെയ്തിട്ട് എനിക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് ഞാനിതൊന്നും കഴിക്കുന്നില്ല, ഇല്ലേ? അതിന്റെ റിസൾട്ട് എന്തായിരിക്കും? ഒന്നും കഴിച്ചില്ല. എന്തായിരിക്കും റിസൾട്ട്? അഭിജിത്ത്, എന്തോ അഭിജിത്ത് പറഞ്ഞു. എന്താ ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ എനിക്കൊരു കാര്യം മനസ്സിലായി. മറ്റേ ഫാസ്റ്റിംഗ് തോന്നുന്നു, റംബാൻ. ഓക്കെ, നമ്മള് ദേഷ്യം വന്നിട്ട് നമ്മളൊന്ന് പ്രോമിസ് ചെയ്തു. ഇപ്പം അഭിജിത്തിനെ നാളെ എവിടെങ്കിലും കൊണ്ടുപോകാം, ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞു, പോകുന്നില്ല. അപ്പം നാളെ ആകുമ്പോൾ അഭിജിത്ത് എല്ലാം വിചാരിച്ചിട്ട് രാവിലെ എഴുന്നേറ്റിരുന്നു, ഒന്ന് അച്ഛൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഔട്ടിങ്ങിന് പോകാന്നുള്ളത്, ഔട്ടിങ്ങിന് പോയില്ല. അപ്പൊ അഭിജിത്തിന് ഡിസപ്പോയിന്റ് ആയി. ഞാൻ എന്നെ കൊണ്ടുപോകുന്നില്ലല്ലോ, അച്ഛൻ പറഞ്ഞ് വേറൊരു ദിവസം കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അഭിജിത്തിന് ദേഷ്യം വന്നു. ഇന്ന് തന്നെ കൊണ്ടുപോകണം, ഇന്ന് തന്നെ കൊണ്ടുപോകണം, ഇന്ന് തന്നെ കൊണ്ടുപോകണം. അച്ഛൻ പറഞ്ഞു എന്താ സൺഡേയില് അടുത്ത ഫ്രൈഡേയില് വണ്ടി വൈകിട്ട് തന്നെ സാറ്റർഡേ വണ്ടിയിൽ ഇരുത്താൻ. എന്നിട്ട് അടുത്ത ഫ്രൈഡേ ആയപ്പോ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പൊ ദേഷ്യം വരുമ്പോ പറയാണ്, ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ആഹാരം വിളിക്കുന്നു, ലഞ്ച് കഴിക്കാൻ വിളിക്കുന്നു, എനിക്ക് വേണ്ട. ഡിന്നറിന് വിളിക്കുന്നു, എനിക്ക് വേണ്ട. അപ്പൊ അന്നത്തെ ദിവസം ആഹാരം കഴിച്ചില്ല. എന്തായിരിക്കും റിസൾട്ട്? എന്ത് റിസൾട്ട് വരും? വിശക്കും, വിശക്കും. എന്നിട്ട് അമ്മയോട് ചോദിക്കുമ്പോ അമ്മ ഉണ്ടാക്കി തരത്തില്ല. സ്റ്റൊമക് പെയിൻ വരാം, ഇല്ലേ? അപ്പം അന്ന് നമ്മൾ ദേഷ്യപ്പെട്ടിട്ട് ആഹാരം കഴിക്കാതിരുന്നത് നല്ലതാണോ? അല്ല. അപ്പം അൺഇന്റലിജന്റ് ആയി. അപ്പൊ നമുക്ക് ഇന്റലിജന്റ് ലോസ് ആയത് കൊണ്ടാണ് അങ്ങനെ തോന്നിയത്, അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയത്, ഇല്ലേ? അപ്പോൾ നമുക്ക് ആറ് കാര്യങ്ങളാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്. അതവിടെ നിൽക്കട്ടെ. രശ്മി അതിന്റെ ഇംഗ്ലീഷ് വേർഡ് എടുത്തു വെച്ചേരെ. കാമ, ക്രോധ, ലോഭ, മോഹം, അതാ മാത്സര്യം. അതിന്റെ ഇംഗ്ലീഷ് എന്തൊക്കെയാണ്? ഓക്കെ. അപ്പം നമ്മൾ ദിവസവും നല്ല രീതിയിൽ ആഹാരം കഴിക്കും, അല്ലേ? നമുക്ക് ഇഷ്ടമുള്ള ആഹാരം നമ്മൾ കഴിക്കും, ഇല്ലേ? ശരിയല്ലേ? ഇഷ്ടമുള്ള ആഹാരം കഴിക്കും, കുറേ കഴിക്കും, വയറ് നിറയും, അല്ലേ? അതുപോലെ തന്നെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ടൈമെങ്കിലും നമുക്ക് ശരീരത്തിലുണ്ടാകുന്ന ആഹാരം കഴിച്ചിട്ട് ആഹാരം നമ്മുടെ എടുത്തിട്ട് ബാക്കി കുറച്ച് വരുന്ന വേസ്റ്റ്, നമ്മൾ ആ വേസ്റ്റിനെ നമ്മൾ പുറത്ത് കളയും, ഇല്ലേ? ശരിയല്ലേ പറഞ്ഞത്? പുറത്ത് കളയും. ചിലപ്പോഴേ ഉള്ളൂ. ഡെയിലി നമ്മൾ പുറത്ത് കളയത്തില്ലേ വേസ്റ്റ്? അതായത് ഹ്യൂമൻ ബോഡിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ഡെയിലി കളയത്തില്ല, പക്ഷെ നമ്മള് സാധാരണ ഡെയിലി കളയത്തില്ല. സാധാരണ നമ്മള് എന്താ വേസ്റ്റ് ബാസ്ക്കറ്റിലാണ് കളയുക. ഞാൻ പറഞ്ഞത് ആ വേസ്റ്റ് അല്ല. നമ്മളെല്ലാം ആഹാരം കഴിച്ചിട്ട് രാവിലെ നമ്മൾ റീഫ്രഷ്മെന്റിനായിട്ട് 1 മിനിറ്റ് ടോയ്ലറ്റിൽ പോകാറില്ലേ? ബാത്റൂമിൽ പോകാറില്ലേ? ഉണ്ട്. അത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റിനെ കളയാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? നമ്മൾ പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ വയർ ഡൈജസ്റ്റ് ആവത്തില്ല, സ്റ്റൊമക്ക് സ്തംഭിക്കും, ബ്ലോക്ക് ആവും, ഒക്കെ പ്രശ്നമാവും, അല്ലേ? ശരിയല്ലേ? നമ്മൾ ഇനിയിപ്പം ബ്രീത്ത് എക്സർസൈസ് ചെയ്യും. ഞാൻ പറഞ്ഞു നേരോട്ട് ബ്രീത്ത് ചെയ്യാൻ പറഞ്ഞു, ബ്രീത്ത് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറയുമ്പോൾ മാത്രമേ താഴോട്ട് കൊണ്ടുവരാവൂ എന്ന് പറയും, പുറത്തോട്ട് വിടരുതെന്ന് പറയും. ഞാൻ പറയുന്നില്ല,
കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ടും പറയുന്നില്ല, മിനിറ്റ് കഴിഞ്ഞിട്ടും പറയുന്നില്ല, നിങ്ങൾ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക, എന്ത് സംഭവിക്കും? ശ്വാസം മുട്ടും. ശ്വാസം മുട്ടുമ്പോ പോയി ഇല്ലേ, നമ്മുടെ ലൈഫിന്റെ എയർ പോയി ഇല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞു സ്മാർട്ട് ഫോൺ കുറെ മെമ്മറി ഇങ്ങനെ കൂടി വന്ന് എന്ത് സംഭവിക്കും? മൊബൈല് ഹാങ് ആവും ഇല്ലേ? ഇവിടെയെല്ലാം അൺവാണ്ടഡ് തിങ്സിനെ പുറത്ത് കളയാതെ വരുമ്പോഴുള്ള റിഫ്ലക്ഷൻസ് ആണ് അല്ലേ? ആഹാരം കഴിച്ചു, നമ്മള് ടോയ്ലറ്റിൽ പോകണം, ബാത്റൂമിൽ പോകണം, അത് പോകാതിരുന്നു കഴിഞ്ഞാൽ അൺവാണ്ടഡ് തിങ്സിനെ നമ്മൾ പുറത്ത് കളയാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ വയറ് സ്തംഭിക്കും, സ്റ്റൊമക് പെയിൻ വരും, പ്രശ്നം ഉണ്ടാവും. ബ്രീത്തിനെ എടുത്ത് മേലോട്ട് വെച്ചു, അത് കുറച്ച് സർട്ടൺ മൊമെന്റ്സ് കഴിഞ്ഞിട്ട് പുറത്തോട്ട് വന്നില്ലെങ്കിൽ അത് അൺവാണ്ടഡ് എയർ ആണ്, പുറത്തോട്ട് പോയില്ലെങ്കിൽ നമ്മൾ ഡെഡ് ആവും. അതുപോലെ സ്മാർട്ട് ഫോൺ കുറെ വന്നു, അൺവാണ്ടഡ് തിങ്സിനെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ, ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ വീണ്ടും സ്മാർട്ട് ഫോൺ ഹാങ് ആവും. അതുപോലെ നമ്മുടെ ശരീരത്തിനുള്ളിൽ കുറെ അൺവാണ്ടഡ് തിങ്സ് ഉണ്ടായത് കൊണ്ടാണ് ആങ്കർ വരുന്നത്, എൻവി വരുന്നത്, ജലസി വരുന്നത്. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ കൂടി കിടക്കുന്നു. അതായത് ആങ്കർ വരുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിൽ ഡിസയർ കിടക്കുന്നു, അതിനാണ് കാമം എന്ന് പറയുന്നത്. ആഗ്രഹങ്ങൾ കിടക്കുന്നു. പിന്നെ കാമം, ക്രോധം, ദേഷ്യം കിടക്കുന്നു. ലക്ഷ്മി നോക്കിയോ? ലോഭം, മോഹം, ഇതെല്ലാം നോട്ട് ചെയ്തു. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം, കോമ്പറ്റീഷൻ. അതാണ് ഏറ്റവും വലുത്. അവൻ അങ്ങനെ കാണിച്ചു, എനിക്ക് അവനേക്കാൾ കൂടുതൽ വേണം. വേർഡ്സ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാവോ? കാമ, ക്രോധ, ലോഭ, മോഹ, കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ. നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തു. ഇതെല്ലാം എനിമീസ് ആണ്, നമ്മുടെ ശത്രുക്കളാണ്. കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം. ഇത്രയും വരുമ്പോഴാണ് നമുക്ക് മാത്സര്യം, കോമ്പറ്റീഷൻ, മാത്സര്യം കംപ്ലീറ്റ് നമ്മൾ എന്താ ചെയ്യും? കൊളാപ്സ് ആവും. ഇതിനെ നമ്മൾ കളയണം. നമുക്ക് ആരോടും ദേഷ്യം തോന്നാൻ പാടില്ല, നമുക്ക് ആരോടും ജലസി തോന്നാൻ പാടില്ല, നമുക്ക് ആരോടും ഗ്രീഡ് തോന്നാൻ പാടില്ല. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റും? ആദ്യം ചെയ്യേണ്ടത്, ലക്ഷ്മി എടുത്തായിരുന്നോ ഇംഗ്ലീഷ്? എടുത്തു ബ്രോ. പറഞ്ഞോളൂ ഏതൊക്കെയാണെന്ന്. കാമ, ലസ്റ്റ്, ക്രോധ, ആങ്കർ, ലോഭ, ഗ്രീഡ്, മത, പ്രൈഡ്, മോഹ, അറ്റാച്ച്മെന്റ്, മത്സര്യ, ജലസി. അപ്പം എഴുതി വെച്ചോളൂ. കാമ ഇംഗ്ലീഷ് എന്താണ്? കാമ ലസ്റ്റ് എഴുതിക്കോളൂ. ലസ്റ്റ്, കാമ ഇസ് ഈക്വൽ ടു ലസ്റ്റ്. ഓക്കെ, കാമ, ലസ്റ്റ്. ഇനി അടുത്തത് എന്താണ് രശ്മി? ക്രോധ, ആങ്കർ. ക്രോധ, ആങ്കർ. ഇതേപോലെ ഒന്ന് മെസ്സേജ് ഇട്ടേക്കണേ. ക്രോധ, ആങ്കർ. പിന്നെ
Lobha, greed. ലോഭ, ഗ്രീഡ്. പിന്നെ Mada, pride. മത, പ്രൈഡ്. പിന്നെ Moha, attachment. മോഹ, അറ്റാച്ച്മെന്റ്. പിന്നൊന്നുണ്ടല്ലോ മാത്സര്യം അല്ലേ? Matsarya, jealousy. മത്സര്യം, Jealousy. ജലസി. ഓക്കെ, ഇങ്ങനെ 6 എനിമീസ്. ഇതിനെ നമ്മൾ പുറത്ത് കളയണം. ഇപ്പൊ ഒരു വാക്ക് ദേഷ്യം വരുന്നു, കാര്യങ്ങളുണ്ട്, നമ്മൾ എന്താണ് സിമ്പിൾ വേ ടെക്നിക്കാണ് ഇനി പറയാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ആണ്. ഇത് നമ്മുടെ മനസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ബാഡ് സ്മെൽ ഉണ്ടാകും. അതായത് നമ്മൾ ബാത്റൂമിൽ ഒരു ദിവസം പോകാതിരുന്നു കഴിഞ്ഞാൽ, നമ്മുടെ വേസ്റ്റ് നമ്മൾ പുറത്ത് കളയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നുണ്ടാവും ബാഡ് സ്മെൽ ഉണ്ടാകും. സ്റ്റൊമക്ക് അല്ലേ ബ്ലോക്ക് ആവും, ബാഡ് സ്മെൽ ഉണ്ടാകും. ശരിയല്ലേ? പിന്നെ നമ്മുടെ ബോഡി ആകെ ഒരു അൺഹെൽത്തി കണ്ടീഷനിലേക്ക് വരും. അതുപോലെയാണ് നമുക്ക് ഈ 6 ശത്രുക്കള് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ ബോഡി ടോക്സിക് ആവും, പോയിസൺ ആവും, ടോക്സിക് ആവും. ഈ ടോക്സിക്കിനെ നമ്മൾ എടുത്തു കളയാനാണ് അടുത്ത സൊല്യൂഷൻ വരേണ്ടത്. നമുക്ക് ഒരാളോട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു നിമിഷം മിണ്ടാതിരിക്കുക. എന്നിട്ട് പറ്റുമെങ്കിൽ അതിനെ എടുത്ത് നമ്മുടെ ഒരു പേപ്പർ എടുത്ത് എഴുതുക. ഇങ്ങനെ വെറുതെ എഴുതുക, നോട്ട് ഇറ്റ് പേപ്പർ എഴുതുക. അത് കഴിഞ്ഞിട്ട് അതിനെ വലിച്ചു കീറി ചവറ്റ് കൊട്ടി എടുത്ത് കളയുക വേസ്റ്റിൽ. ഓക്കെ, ഫിനിഷ്. ഫസ്റ്റ് സ്റ്റെപ്പ് പോയി. ഓക്കെ, എന്നിട്ട് ഇനിയും പോന്നില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, രഹസ്യമായിട്ട് പറയുക, എനിക്കിങ്ങനെ ഇന്ന ദേഷ്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുക, എനിക്ക് ഈ കാര്യങ്ങൾ ദേഷ്യം ഉണ്ടെന്ന് പറയുക. ഓക്കെ, പിന്നെ ഇനി ഫൈനൽ സൊല്യൂഷൻ വരുന്നു, ദ റിയൽ സൊല്യൂഷൻ. ഭഗവാനെ വിളിക്കുക, കൃഷ്ണനോട് പറയുക. എങ്ങനെ വിളിക്കും? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് നാമം ചെല്ലണം. അങ്ങനെ നമ്മൾ നാമം ചെല്ലുമ്പോഴത്തേന് നമുക്ക് ദേഷ്യം എപ്പോ വരുന്നുണ്ടോ അപ്പോൾ തന്നെ ഈ നാമം ചെല്ലണം. നാമം ചെല്ലുമ്പം, നാമം ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മൾ കണ്ണു തുറന്ന് നോക്കൂ, ഒരിക്കലും ദേഷ്യം ഉണ്ടാവത്തില്ല. എന്നിട്ട് 3, നമ്മൾ സാധാരണ നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ പോകുമ്പോൾ അമ്പലത്തിൽ നിന്നൊക്കെ പായസം വാങ്ങിച്ച് കഴിക്കാറുണ്ട് അല്ലേ? പ്രസാദം എന്ന് പറഞ്ഞിട്ട് കഴിക്കാറുണ്ട്. എന്തിനാണിത്? ഇതേപോലെ നമ്മുടെ ശരീരത്തിലെ പോയിസനെ, ടോക്സിക്കിനെ എടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ്. അത് കഴിക്കുമ്പം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ബോഡി ഫിൽട്ടർ ആവും. ഇതിനാണ് പ്രസാദം കഴിക്കുന്നത് എന്ന് പറയുന്നത്. ആദ്യം ഈ പ്രസാദം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? നമുക്കും വീട്ടിലും പ്രസാദം ഉണ്ടാക്കാം. ഭഗവാൻ ഇഷ്ടപ്പെട്ട പായസം, ഭഗവാൻ ഇഷ്ടപ്പെട്ട ചോറ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. സിമ്പിൾ. നമ്മൾ വെക്കുന്ന ആഹാരം നമ്മൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് ഒരിത്തിരി ചെറിയ പ്ലേറ്റിൽ എടുക്കുക, ഇത്തിരി നെയ്യ് ഒഴിക്കുക. റൈസ് ആണെങ്കിൽ ഇത്തിരി നെയ്യ് ഒഴിക്കുക. പായസം ഉണ്ടാക്കുകയാണെങ്കിൽ പായസം ഉണ്ടാക്കുക. നെയ്യ് ഒഴിച്ചിട്ട് ഭഗവാന് എടുത്തു വെക്കുക. ഓക്കെ, കൃഷ്ണ അങ്ങനെ കഴിക്കണം, ഹരേ, ഇതെന്റെ പ്രസാദമാണ്, എന്റെ നിവേദ്യമാണെന്ന് പറയണം. ഞാൻ അങ്ങേക്ക് തന്നിരിക്കുന്നതാണ്, എന്റെ ഗിഫ്റ്റാണ്. നിവേദിക്കുക. ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുക. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ ചൊല്ലുക. എന്നിട്ട് ആ നിവേദ്യം, ആ പ്രസാദം നമ്മൾ എടുത്ത് നമ്മൾ വെച്ചിരിക്കുന്ന, കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആഹാരത്തിനോട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ അത് ഫുള്ള് ഭഗവാൻ കഴിച്ച പ്രസാദമായിട്ട് മാറും. അത് നമ്മൾ കഴിക്കുമ്പോൾ, ഡെയിലി കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ആവശ്യമില്ലാത്ത എല്ലാ അൺവാണ്ടഡ് തിങ്സ് പതുക്കെ പതുക്കെ പുറത്തോട്ട് പോയി കളയും. നമ്മൾ അറിയാതെ തന്നെ ഈ ടോക്സിക് എല്ലാം മാറി വരും. മനസ്സിലായില്ലേ? അങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ 6 ശത്രുക്കൾ പോകും. മനസ്സിലായില്ലേ? അതാണ് ബെസ്റ്റ് സൊല്യൂഷൻ. അതാണ് നമ്മുടെ ഭഗവത്ഗീത മാനുവലി തന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആങ്കറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. ഹരേ കൃഷ്ണ. രാഹി എന്താ പറഞ്ഞേ? കൃഷ്ണന്റെ പിറന്നാളിനില്ലേ ഞങ്ങള് പായസം ചെയ്യുന്നു. വെരി ഗുഡ്, വെരി ഗുഡ്.
അതുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ പോകുമ്പോൾ, നമ്മുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടുത്തെ വഴിപാട് എന്താണെന്ന് ചോദിക്കുന്നത്. പായസം നമ്മൾ വാങ്ങിക്കുന്നത്, പായസം കഴിക്കുന്നത് നമ്മുടെ ബോഡി ഫിൽട്ടർ ചെയ്യാനാണ്. ഭഗവാൻ കഴിച്ചിരിക്കുന്നതിന്റെ റംനൻസ് ആണ്, അവശിഷ്ടമാണ് നമ്മൾ കഴിക്കുന്നത്. അങ്ങനെ നമ്മുടെ ബോഡി പതുക്കെ പതുക്കെ ഫിൽട്ടർ ആവും. ഫിൽട്ടർ ആകുമ്പോൾ നമുക്ക് ആരോടും ദേഷ്യം വരത്തില്ല, ആരോടും നമുക്ക് അസൂയ വരത്തില്ല, ആരോടും നമുക്ക് അറ്റാച്ച്മെന്റ് വരത്തില്ല, ആരോടും നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ടാകത്തില്ല. അതാണ് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത്, നമ്മുടെ ബോഡി ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, ടോക്സിക്കിനെ എടുത്തു കളയാൻ വേണ്ടിയിട്ട്. ആങ്കർ ഒരിക്കലും നല്ലതല്ല എന്ന് നമ്മൾ ഈ ശ്ലോകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഈ ആങ്കറിനെ എടുത്തു കളയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരി എന്ന മഹാമന്ത്രം ജപിക്കണം. പിന്നെ ഭഗവാന് എപ്പോഴെങ്കിലും ആഴ്ച ഒരിക്കലെങ്കിലും ദിവസവും ചെയ്ത് ഒരിത്തിരി പായസം ഭഗവാൻ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഇത്തിരി ചോറും നെയ്യും മാത്രം മതി, വെറും ചോറ് നെയ്യ് മാത്രം മതി. റൈസ്, വെറും റൈസ്, ഒന്നും വേണ്ട. റൈസ്, കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുക. ബട്ടർ ഭഗവാൻ ഏറെ ഇഷ്ടമാണ്. ഫ്രൂട്ട്സ് നമ്മുടെ ഫ്രിഡ്ജിൽ എല്ലാവർക്കും വൺ പീസ് ഓഫ് ആപ്പിൾ എങ്കിലും എല്ലാവരുടെയും ഫ്രിഡ്ജ് തുറന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഒരു വൺ പീസ് ഓഫ് ആപ്പിൾ എങ്കിലും ഭഗവാന് കൊടുക്കുക. ഹരേ കൃഷ്ണ. ഇന്ന് മറ്റേ ശ്ലോകം പറയുന്നുണ്ട്. അതെ അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ആപ്പിള് കൊടുക്കുക, ഒരു പീസ് ഓഫ് ആപ്പിൾ എങ്കിലും കൊടുക്കുക. കൃഷ്ണന് ഹാപ്പി ആവും. അതെടുത്തിട്ട് നമുക്ക് വീണ്ടും കഴിക്കാം. ഇപ്പൊ നമ്മൾ ആരുടെ ആപ്പിളാണ് കഴിക്കുന്നത്? പിന്നീട് കൃഷ്ണന്റെ ആപ്പിളാണ് കഴിക്കുന്നത്. കൃഷ്ണൻ തന്നെ ആപ്പിളാണ് കഴിക്കുന്നത്. കൃഷ്ണൻ തന്നെ ഗ്രേപ്പാണ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പം നമ്മുടെ ബോഡിയിൽ നിന്ന് ടോക്സിക് പുറത്തോട്ട് പോകും. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ടോക്സിക്കിനെ എടുത്ത് പുറത്തു കളയാം, ഇല്ലേ? എത്ര ബ്രീത്ത് എടുക്കണം ടോക്സിക്കിനെ പുറത്തു കളയാൻ വേണ്ടിട്ട്? 12 ബ്രീത്ത്. ഓക്കെ. ബ്രഹ്മി അന്തം വിട്ട് 12 എന്ന് ചോദിച്ചിട്ടല്ലേ? 12. ഓക്കെ. 12+1. ഓക്കെ, ഗോവിന്ദ് പ്രോമിസ് ചെയ്തു 12+1 എടുക്കാം. ഓക്കെ, നമ്മൾ ഇന്ന് ബ്രീത്ത് എടുക്കുന്നു. ഇന്ന് നമുക്ക് എല്ലാ ടോക്സിക്കിനെ എടുത്ത് കളയണം. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ടോക്സിക്കിനെയും കളയണം. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ. 12+1. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ബ്രഹ്മി, ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബ്രീത്ത്. 1 2 3 4 സ്റ്റാർട്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ ഹരേ.
Hare Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama 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 Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna Krishna. Hare Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare 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 Krishna Krishna Hare 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 Rama Rama Hare Hare Krishna Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare Hare Rama Rama Hare Hare Krishna Krishna Hare 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 Rama Rama Hare 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 Krishna Krishna Hare 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 Rama Rama Hare Hare. Hare Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare Hare Krishna 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 Hare Hare Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna Krishna Hare Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare Hare Krishna 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 Hare 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 Rama Rama Hare 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 Krishna 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 Hare 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 Rama Rama Hare Hare. Hare Krishna. അപ്പോൾ നമ്മൾ 12 + 1 13 ഏകദേശം ആവറേജ് ഒരു ബ്രീത്തിൽ 4 പ്രാവശ്യം എടുത്തോ? എത്ര പ്രാവശ്യം എടുത്തിട്ടുണ്ട്? 5 പ്രാവശ്യം. 5 പ്രാവശ്യം. 4 to ആവറേജ് 4 എടുക്കാം. 4 × 13 4 × 13 എത്രയായി? 13. 4 × 13 4 × 30 15. 50 3 4 12. 54. Huh? 12. 4 52 നമ്മൾ 52 റൗണ്ട് 52 ടൈംസ് നമ്മൾ ചെയ്തു അല്ലേ? നമ്മൾക്ക് ആങ്കറി വന്നാൽ നമുക്ക് തലവേദന വരിക. അപ്പം ഇങ്ങനെ നമ്മൾ ആങ്കർ എപ്പോ വരുന്നോ മിണ്ടാതിരിക്കണം. നമ്മൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്? നമ്മൾ മിണ്ടുന്നില്ല. മിണ്ടാ വന്നിട്ട് നോക്കുമ്പോ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണം. ടോക്സിക്കിനെ എടുത്ത് പുറത്തു കളയണം. ഇപ്പൊ ഞാൻ നല്ല ഫ്രഷ് ആയി. ഇപ്പൊ എനിക്കൊരു ദേഷ്യം വരില്ല. മന്ത്രം ചൊല്ലിയ ഫ്രഷ് ആവും. ഇനി നമ്മൾ ഭഗവാൻ എപ്പോഴെങ്കിലും കുറച്ച് ബട്ടറോ കുറച്ച് ഗീയോ കുറച്ച് ഫ്രൂട്ട്സോ ഒക്കെ എപ്പോഴും കൊടുക്കണം.
അപ്പോൾ നമുക്ക് എല്ലാം നമ്മൾ ഫിൽട്ടർ ആവും. ഓക്കെ, ഹരേ കൃഷ്ണ. ഗോവിന്ദ് ഗോവർദ്ധനധരം വന്ദേ ചൊല്ലിക്കോളൂ. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപം. സ്ട്രക്കായല്ലോ ഗോവിന്ദ്. സ്ട്രക്കായി ഗോവിന്ദ്, സ്ട്രക്കായി. ഞാൻ ചൊല്ലാം. ചൊല്ലിക്കോളൂ. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമേശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം ദ്വിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. ചൊല്ലിക്കോളൂ. ഗോവർദ്ധനം ധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവം ഈശാനം ഗോവിന്ദം ഗോപികാപ്രിയം ഗണേ ഈശാനം ദിവിഭുജം മുരളീധരം പീതാംബരം ധരം ദേവം ശാരദം പുരുഷോത്തമം. വെരി ഗുഡ്. ഇനി ആർക്കെല്ലാം ഇപ്പൊ കേൾക്കാൻ പറ്റോ? ഇപ്പൊ കേൾക്കാം. ചൊല്ലിക്കോളൂ. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം. വെരി ഗുഡ്. വന്ദേ നവഘനശ്യാമം ദ്വിജം മുരളീധരം പീതാംബരധരം ദേവം ശരദം പുരുഷോത്തമം. വെരി ഗുഡ്. ശാരദം പുരുഷോത്തമം. വെരി ഗുഡ്. ഇനി ആർക്ക് ചൊല്ലാം? ലക്ഷ്മി. ബൈ ഹാർട്ട് ചെയ്തിട്ടില്ല ബ്രോ. നോ പ്രോബ്ലം, നോക്കി വായിച്ചാൽ മതി. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമീശാനം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാം ദ്വിഭുജം മുരളീധരം പീതാംബരധരം ദേവം ശാരദം പുരുഷോത്തമം. വെരി ഗുഡ്. ഇനി ആർക്ക് ചൊല്ലാം? ആർക്ക് ചൊല്ലാം? ഓക്കെ, അവർണേഷ്. ചൊല്ലിക്കോളൂ. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമേശാനം ഗോവിന്ദം ഗോപികപ്രിയം. വെരി ഗുഡ്. രാശി ചെല്ലാമോ? അഭിജിത്ത് ചെല്ലാമോ? ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമേശാനം ഗോവിന്ദം ഗോപ്രിയം വന്ദേഹം ശ്യാമം ദുർദുർദുജം മുരളീധരം പീതാംബരധരം ദേവം ശാന്തം പുരുഷോത്തമം. വെരി ഗുഡ്. അഭിജിത്ത് ചെല്ലാമോ? ചൊല്ലാം. ഞാൻ പറഞ്ഞു തരാം, നോ പ്രോബ്ലം. ഓക്കെ, തുടങ്ങിക്കോളൂ. ഗോവർദ്ധനധരം വന്ദേ ഗോവർദ്ധനം ധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോപാലം ഗോപരൂപിണം ഗോകുലോത്സവമേ ഈശാനാം ഗോകുലോത്സവമേ ഈശാന ഗോവിന്ദം ഗോപികാപ്രിയം ഗോവിന്ദം ഗോപികാപ്രിയം വന്ദേ നവഘനശ്യാമം വന്ദേ കരം ശ്യാമം വന്ദേ നവഘനശ്യാമം വന്ദേ നവകരശ്യാമം ദ്വിഭുജം മുരളീധരം ദിവിഷം മുരളീധരം പീതാംബരധരം ദേവം
പീതാംബരം ദേവം. പീതാംബരധരം ദേവം. പീതാംബരം ദേവം. പീതാംബരധരം. പീതാംബരധരം ദേവം. ദിവിജം മുരളീധരം. സോറി, മുരളീധരം. പീതാംബരധരം ദേവം. പീതാംബരം ദേവം. പീതാംബരധരം. പീതാംബരധരം ദേവം. ശാരദം പുരുഷോത്തമം. ശാരദം പുരുഷോത്തമം. വെരി ഗുഡ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരുമിച്ച് എല്ലാം 1 2 3 4 സ്റ്റാർട്ട്. ഗോവർദ്ധനധരം വന്ദേ ഗോപാലം ഗോപരൂപിണം ഗോഗോത്സവമേശാനാം ഗോപികാപ്രിയം. ഗോപികാപ്രിയം. വന്ദേ ശ്യാമം വിഭുജം മുരളീധരം പീതാംബരധരം ദേവം. ശാരദം പുരുഷോത്തമം. വെരി ഗുഡ്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇനി എന്താ ആർക്കെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും ഒപ്പീനിയൻസ്, സ്റ്റോറീസ് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട്. പറഞ്ഞോളൂ. ഞാൻ കട്ടൻ ചായ കുടിച്ചോണ്ടിരിക്ക. പറയൂ. ഓക്കെ. പാല് തന്നില്ല അമ്മ? കുരുമുളക് കാപ്പിയ. കുരുമുളക് കാപ്പിയ. വെരി ഗുഡ്. തുമ്മും. ഏതോ പറഞ്ഞല്ലോ വേദ ക്ലാസ്. ആരാ പറഞ്ഞു? ആരോ ഇതിനിടയ്ക്ക് എന്തോ പറഞ്ഞു. ഓക്കെ. ഗോവിന്ദ്. ഓക്കെ. പിന്നെ ഗോവിന്ദ്, എന്തെങ്കിലും എനി തിങ്സ് പ്രസന്റ്? നിവേദ്? ഗീതാ ക്ലാസിന്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല, തുമ്മല് വരും. നിവേദ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ഓക്കെ. ലക്ഷ്മി, any messages regarding anger? ഇല്ല, ഒന്നുമില്ല. എന്തെങ്കിലും? Be ready for next week. Something to say. Okay. ഹരേ കൃഷ്ണ. കേട്ടില്ലേ ലക്ഷ്മി? കേട്ടു. ഓക്കെ. ഇനി എന്താ പറയാനുള്ളത്? എന്താ ജാൻവി പറയുന്നേ? എന്താ പറഞ്ഞേ? ഓക്കെ. എല്ലാ ദിവസവും എല്ലാവരും ഈ മാസം എല്ലാവരും ഗോവർദ്ധനധരം വന്ദേ ചൊല്ലുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ ഭഗവാന് നെയ്വിളക്ക് കൊളുത്തണം. അതുപോലെ ആങ്കർ നമ്മുടെ ശരീരത്തില് ഡൈജസ്റ്റ് ആവാതെ കിടക്കുന്നത് പോലെ ഈ 6 എനിമീസ് കിടക്കുന്നത് നമുക്ക് അൺഹെൽത്തി ആവും, ടോക്സിക് ആവും. അതിനെ പുറത്ത് കളയണമെന്നുണ്ടെങ്കിൽ, ആ പോയിസണെ കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. അതുപോലെ ഭഗവാന് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഭഗവാന് കഴിക്കാൻ കൊടുക്കണം. കൊടുത്തിട്ട് അതെടുത്ത് അതിന്റെ ശിഷ്ടം, അതിന്റെ റെമനൻസ് നമ്മൾ തിരിച്ചെടുക്കുക കഴിഞ്ഞാൽ ഭഗവാൻ കഴിച്ചതിന്റെ ബാലൻസ് ആണ് എടുക്കുന്നത്. അതെടുത്തിട്ട് നമ്മൾ കഴിക്കണം. അപ്പോൾ നമ്മുടെ ബോഡി ഫിൽട്ടർ ആവും. ഇതൊക്കെ സത്യമാണ്. കാര്യം ഒരിക്കലും ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങിക്കുമ്പം ഒരു റോങ് മാനുവൽ ഒരിക്കലും തരത്തില്ല. തരുമോ? നമ്മൾ വലിയൊരു സാംസങ്ങിന് ഒരു ആപ്പിൾ ഫോൺ വാങ്ങിച്ചു, അതിന്റെ കൂടെ ഒരു മാനുവൽ ഉണ്ട്. ആ മാനുവൽ റോങ് ആയിരിക്കുമോ? ഇല്ല. അതുപോലെ നമ്മളൊരു മെഷീനാണ്, ഹ്യൂമൻ ബീയിങ്. ഈ ഹ്യൂമൻ ബോഡിക്കുള്ളതാണ് ഈ മാനുവൽ ഒരിക്കലും റോങ് ആവില്ല. മാനുവൽ എപ്പോഴും ട്രൂ ആയിരിക്കും, അല്ലേ? അപ്പൊ അതിൽ പറയുന്നുണ്ട് കൃഷ്ണനെ എപ്പോഴും നിവേദിക്കണം, കൃഷ്ണനെ എപ്പോഴും വിളിക്കണം. എന്തിനാണ്? ടോക്സിക് ആവാതിരിക്കാൻ, ടോക്സിക് കളയാൻ. ഓക്കെ. നമ്മൾ പറയാറില്ല, ഇപ്പം ഒരു ബാറ്ററി ആണ്, അല്ലെങ്കിൽ മൊബൈല്, അതിൽ എഴുതിയിട്ടുണ്ട് ഒരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് സർട്ടൺ പീരീഡിൽ
വെറുതെ വെക്കരുത്. നിങ്ങൾ ഐഡിയലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് ഇടതുനിന്ന് ചാർജ് ചെയ്യണം, ഇല്ലെങ്കിൽ ആ ബാറ്ററി വീക്ക് ആവും. ഇല്ലേ? എഴുതിയിട്ടില്ലേ? അതുപോലെയാണ് നമ്മൾ വെറുതെ എന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വീക്ക് ആവും. ആ ബോഡി വീണ്ടും നല്ല രീതിയിൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവത്ഗീത വായിക്കുന്നത്, ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുന്നത്, ഭഗവാന് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട്, ഇത്തിരി ഫ്രൂട്ട്സ് ആണെങ്കിലോ, ഇത്തിരി ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിലും, ഇത്തിരി പാലാണെങ്കിലും കൊടുത്തിട്ട് നമ്മൾ അത് കഴിക്കുന്നത്. ഓക്കെ? ഹരേ കൃഷ്ണ. പ്രഭു, ആ ചാറ്റ് ഒന്ന് നോക്കാം, ഞാൻ മെസ്സേജ് തന്നായിരുന്നു. ഓക്കെ. ഓ ഷുവർ. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, നോ പ്രോബ്ലം. വെരി ഗുഡ്. അപ്പൊ അതിനനുസരിച്ചിട്ട് ഞാൻ ടൈം മാനേജ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിന് കാണിച്ചാൽ മതി. യെസ്, നെക്സ്റ്റ് വീക്ക്. നോ പ്രോബ്ലം. ഹരേ കൃഷ്ണ. താങ്ക് യു. യെസ്. ഓക്കെ. വാഞ്ചാ കൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം ദേവദീപുത്രഗീതം ദേവദീപുത്രഗീതം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സ്പെഷ്യൽ പ്രാർത്ഥന. നമ്മുടെ അഭിനവ് നാട്ടിൽ പോയിരിക്കുകയാണ്. ഇന്ന് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അഭിനവിന്റെ അപ്പൂപ്പൻ അല്ലേ, അപ്പൂപ്പൻ എന്നല്ലേ വിളിക്കുന്നത്, ഗ്രാൻഡ് ഫാദർ, സുഖമില്ലാതിരിക്കുകയാണ്. അപ്പം ആ അപ്പൂപ്പന് വേണ്ടിയിട്ടും അതുപോലെ രാഹുലിന്റെ അമ്മൂമ്മയ്ക്ക് വേണ്ടിയിട്ടും അല്ലേ, നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഓക്കെ? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പുഷ്പജി എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ് വിശേഷം? എങ്ങനുണ്ട്? കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. പ്രീത മാതാജി കൃഷ്ണ പ്രഭു ഒന്നുമില്ല, സുഖമായിരിക്കുന്നു. ഒന്നുമില്ല. മെസ്സേജുകൾ എന്തെങ്കിലും ഉണ്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ? ഇല്ലില്ല, ഒന്നുമില്ല. ഓക്കെ, ഹരേ കൃഷ്ണ. ക്ലാസ് ഇപ്പോഴേ വരാൻ തുടങ്ങിയ കുട്ടികൾ കുറെ കൂടെ ബ്ലസ്ഡ് ആണ്. നമ്മളെ കാലൊക്കെ നേരത്തെ. അതെ 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 അതെ, അവര് കുറച്ചും കൂടെ ഭാഗ്യവാനാണ്. ഹരേ കൃഷ്ണ. അപ്പോൾ ഹരേ കൃഷ്ണ. ഏതാ ക്ലാസ്സില്? ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അല്ലേ? കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. രാഖി രാശി എന്തോ പറഞ്ഞല്ലോ. ഒരു സ്റ്റോറി പറയാനുണ്ട്. ആ, പറഞ്ഞോളൂ. ഇത് ഒരു ദിവസം ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ അച്ഛനും ഒരു പൂജ ചെയ്യുന്ന ഒരാളായിരുന്നു. ആ കുട്ടി നല്ല ഗുഡ് ആളായിരുന്നു. ഒരു ദിവസം ആ അച്ഛന് വയ്യാതായി, ഇങ്ങനെ റെസ്റ്റ് എടുക്കുക. അപ്പൊ പൂജക്ക് പോവാൻ ആരുമില്ല. അപ്പൊ കുട്ടി പറഞ്ഞു ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞിട്ട് അപ്പൊ അച്ഛൻ സമ്മതിച്ചു. എന്നിട്ട് പോയി ആ കുട്ടി. എന്നിട്ട് അവിടെ ഭക്ഷണമൊക്കെ കുക്ക് ചെയ്ത് ഭഗവാന് ചോറും മോരും എല്ലാം കൊടുത്തു. എന്നിട്ട് ഭഗവാൻ അത് വന്നിട്ട് കഴിക്കുന്നില്ല. അപ്പൊ കുട്ടിക്ക് സംശയമായി, എന്താ ഭഗവാൻ കഴിക്കാത്തെ?
അപ്പൊ കുട്ടി വീട്ടിൽ പോയിട്ട് അച്ചാറും മോരും തൈരും എല്ലാം എടുത്തിട്ട് കൊണ്ടുവച്ചു. അപ്പയും ഭഗവാൻ വന്നിട്ട് കഴിക്കില്ല. അപ്പൊ ആ കുട്ടി കിടന്ന് കരയാൻ തുടങ്ങി അവിടുന്ന്. അപ്പൊ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു, അയ്യോ ഞാൻ കഴിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് കഴിച്ചു. എന്നിട്ട് കഴിച്ചിട്ട് സമ്മാനമായിട്ട് സ്വർണ്ണനാണ അരയാണം, കൃഷ്ണന്റെ അരയാണം കൊടുത്തു ആ കുട്ടിക്ക്. അപ്പൊ പറഞ്ഞു, ഇതൊന്നും എനിക്ക് വേണ്ട കൃഷ്ണ, എനിക്ക് ഫുഡ് കഴിച്ചാൽ മാത്രം മതി. അപ്പൊ പറഞ്ഞു, നിന്റെ സമ്മാനമായിട്ട് ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചു സ്വർണം ആ അരയണം. അപ്പൊ അവിടുത്തെ എന്നിട്ട് കൃഷ്ണൻ പോയി. അപ്പൊ അവിടുത്തെ ബാക്കിയുള്ള കുട്ടികളൊക്കെ ബാക്കിയുള്ള ചേട്ടന്മാരും കുട്ടികളും ഒക്കെ വന്നിട്ട് ചോദിച്ചു, എവിടെ ഭക്ഷണം കൃഷ്ണൻ എവിടെ? അപ്പൊ പറഞ്ഞു, അയ്യോ ഇത് കൃഷ്ണൻ തിന്നു. അപ്പൊ കൃഷ്ണൻ തിന്നു എന്ന് പറഞ്ഞിട്ട് അവസാനം ഇവര് പറഞ്ഞു, ഇത് കള്ളത്തര ഉണ്ണി പറയുന്ന എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ ഉണ്ണിയുടെ അച്ഛൻ വന്നിട്ട് ചോദിച്ചു, എന്താ അവിടെ പ്രശ്നമെന്ന്. അപ്പൊ പറഞ്ഞു, അച്ഛ ഇവര് കള്ളം പറയാ, കൃഷ്ണനാണ് ഈ ഫുഡ് കഴിച്ചത്. അപ്പൊ അച്ഛൻ ചോദിച്ചു, സാധാരണ പൂജ കൃഷ്ണനും ഫുഡ് കഴിക്കാനല്ലോ, നീ എങ്ങനെ കൃഷ്ണൻ കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. അപ്പൊ ഉണ്ണിക്ക് നല്ല ദേഷ്യം വന്നിട്ട് ഉണ്ണി എന്ത് ചെയ്തു, ആ സ്വർണ്ണനാണയം എടുത്തിട്ട് എറിഞ്ഞു. അപ്പൊ ഒരു മരത്തിന്റെ മുകളിൽ പോയി സ്വർണ്ണനാണയം വീണു. അപ്പൊ അവിടെ കുറച്ച് നല്ല വൈറ്റ് പൂക്കള് ഇങ്ങനെ വരാൻ തുടങ്ങി, യെല്ലോ പൂക്കൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പം കൃഷ്ണന്റെ ശബ്ദം, കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, ആഹാ നിങ്ങൾ എന്റെ ഉണ്ണിനെ കളിയാക്കുന്നു, എന്നെ തൊട്ടു പോരുത്, നീ തൊട്ട എന്റെ കയ്യിൽ നിന്ന് കിട്ടും. അങ്ങനെയൊക്കെ കൃഷ്ണന് ശബ്ദം ഉണ്ടാക്കി അവിടുന്ന്. അപ്പൊ മറ്റേ കൂട്ടുകാരൊക്കെ പറഞ്ഞു, അയ്യോ ഉണ്ണി പൂർക്കണേന്ന്. വെരി ഗുഡ്, താങ്ക് യു. മോറൽ ഓഫ് ദ സ്റ്റോറി, നിങ്ങള് ഭഗവാന് എല്ലാം കൊടുത്താൽ ഭഗവാൻ ഗുഡ് ആയിട്ടിരുന്ന ഭഗവാൻ ഇഷ്ടാവും. ഭഗവാൻ വന്ന ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും. അപ്പൊ നിങ്ങൾ അവസാനം പ്ലേറ്റ് നോക്കുമ്പോ ഒന്നും ഉണ്ടാവില്ല. ഹരേ കൃഷ്ണ, താങ്ക് യു. ഇന്ന് ഹൃഷികേശിന്റെ യങ്ങർ ബ്രദറിന്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? ഇന്നല്ല, 2 days ബിഫോർ അല്ലേ? നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ പറയാം. ഓക്കെ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. പേരെന്താ? കൗശിക് അല്ലേ? ഹാപ്പി ബർത്ത്ഡേ കൗശിക്, ഹരേ കൃഷ്ണ കൃഷ്ണ ബ്ലസ് യു. ഹാപ്പി ബർത്ത്ഡേ. ഞാൻ ഒക്ടോബർ 6 എന്റെ കൗശിക്കിന്റെ ബർത്ത്ഡേ ആണ്. ഒക്ടോബർ 6 ആണ്. ഒക്ടോബർ 6 ആകുമ്പോൾ നമ്മൾ അടുത്ത നെക്സ്റ്റ് വീക്ക് വരുമോ അതോ ഇൻ ബിറ്റ്വീൻ വരുമോ? നെക്സ്റ്റ് വീക്ക് ഇൻ ബിറ്റ്വീൻ ആണ്. ഒക്ടോബർ 6, ട്യൂസ്ഡേ. ഓക്കെ, അപ്പൊ നമുക്ക് ഋഷികേശിന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം അല്ലേ? ഋഷികേശിന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. Happy birthday to you. In advance. Krishna. സീറ്റ് കൊണ്ട് തരണം കേട്ടോ ഋഷികേശ്. നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഹരേ കൃഷ്ണ സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞോളൂ. അപർണേഷ് എന്താ പറയേ? ഹരേ കൃഷ്ണ, കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം.
ഓക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. അഭിജിത്ത് സ്റ്റാർട്ട് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. അഭിജിത്ത് സ്റ്റാർട്ട് ചെയ്തു. കാർത്തിക ഹരേ കൃഷ്ണ, ബ്രഹ്മേ ഹരേ കൃഷ്ണ, അഭിജിത്ത് ഹരേ കൃഷ്ണ, അജൽ കൃഷ്ണ ഹരേ കൃഷ്ണ, നിവേദ് ഹരേ കൃഷ്ണ, ഹൃഷികേശ് ഹരേ കൃഷ്ണ, രാഹുൽ ഹരേ കൃഷ്ണ, രാഹി രാശി ഹരേ കൃഷ്ണ, ലക്ഷ്മി ഹരേ കൃഷ്ണ, പ്രീതമാജി ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഓക്കെ ഹരേ കൃഷ്ണ. 9 8 7 6 5 4 3 2 1